Hi all, welcome to iPlus Training Solution. അപ്പോൾ ഇന്ന് നമ്മൾ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 3 ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. What is the unit of concentration equal to moles of solute per liter of solution? Molality, molarity, normality, percentage, composition. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? കെമിസ്ട്രിയുടെ സം ബേസിക് പ്രിൻസിപ്പിൾ അല്ലേ? അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. What is the unit of concentration equal to the moles of solute per liter of the solution? ഇവിടെ നോക്കുക, moles of solute per liter of the solution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ടേം എന്താണ്? മൊളാരിറ്റി ആണ്. എന്താണ്? മൊളാരിറ്റി ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള. ഓക്കെ, നമ്മൾ മൊളാരിറ്റി എന്താന്ന് പറഞ്ഞതാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ or of any chemical species in terms of the amount of substances in a given volume. അതായത് moles of solute per liter of the solution. ഒരു സൊല്യൂഷനില് ഒരു ലിറ്റർ സൊല്യൂഷനില് എത്ര സൊല്യൂട്ടിന്റെ മോൾസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈമിലേക്ക് പോവുകയാണെങ്കിലോ, മൊളാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് ദി എമൗണ്ട് സബ്സ്റ്റൻസ് ഇൻ എ ഗീവൺ മാസ് ഓഫ് ദി സോൾവെന്റ്. അതായത് ഒരു സോൾവെന്റില്, 1 kg സോൾവെന്റില് എത്ര സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൊളാരിറ്റി ആണെങ്കിൽ അവിടെ ടോട്ടൽ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്, അതേസമയം മൊളാലിറ്റി ആണെങ്കിൽ അവിടെ സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ടിന്റെ എമൗണ്ട് പറയുന്നത്. ദ യൂണിറ്റ് ഈസ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. മോൾ പെർ kg ആണ്. ഇനി നോർമാലിറ്റി ആണെങ്കിൽ measure of concentration equal to the gram equivalent weight per liter of the solution. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഗ്രാം ഈക്വലന്റ് വെയിറ്റ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നോർമലി ആസിഡ് ബേസ് കെമിസ്ട്രിയിലും അതുപോലെ തന്നെ റിഡോക്സ് റിയാക്ഷനിലൊക്കെയാണ് ഈ ഒരു നോർമാലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഈക്വലൻസ് പെർ ലിറ്റർ ആണ്. അപ്പൊ ഈ ഒരു 4 ടേമും നമുക്ക് അറിഞ്ഞിരിക്കണം, മാറി മാറി ചോദിക്കും. ഇനി നമ്മുടെ ഓപ്ഷൻ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, പെർസെൻറ്റേജ് കോമ്പോസിഷൻ. എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷർ ഓഫ് കോൺസെൻട്രേഷൻ ദാറ്റ് എക്സ്പ്രസ് ഓഫ് ദി മാസ് ഓഫ് എ സൊല്യൂട്ട് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷന്റെ ടോട്ടൽ മാസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് സൊല്യൂട്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ബോഡി ഓഫ് മാസ് 250 kg ഈസ് റിവോൾവിംഗ് അറൌണ്ട് ദി എർത്ത് ഇൻ ഫ്രീ സ്പേസ്. നൗ ഇറ്റ്സ് വെയിറ്റ് ഈസ് ജി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 250 kg മാസ് ഉള്ള ഒരു ബോഡി എന്ത് ചെയ്യാണ്? എർത്തിന് ചുറ്റും ഫ്രീ സ്പേസിൽ റിവോൾവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? 0 ആയിരിക്കും. എങ്ങനെയാണ് 0 വരുന്നത്? ഇവിടെ നോക്കുക, വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ എ ബോഡി അല്ലെ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്? mg ആണ്. അതായത് ഒരു ബോഡിയിൽ എന്തേലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തോരം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. ഇൻ ഫ്രീ സ്പേസ് ആൻ ഒബ്ജക്ട് ഇൻ ഓർബിറ്റ് അറൌണ്ട് ദി എർത്ത് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്രീ ഫാൾ ആൻഡ് ദ ഗ്രാവിറ്റി ഈസ് ദ ഓൺലി സിഗ്നിഫിക്കന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഒരു ഫ്രീ സ്പേസിലുള്ള ഒരു ബോഡി, അതായത് ഓർബിറ്റിൽ കൂടി റിവോൾവ് ചെയ്യുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് അതിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫോളിലായിരിക്കും, സ്റ്റേറ്റ് ഓഫ് ഫ്രീ ഫോളിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ ഏത് ഫോഴ്സ് മാത്രമാണ് ആക്ട് ചെയ്യുന്നുള്ളൂ? ഗ്രാവിറ്റി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് ആക്ട് ചെയ്യുന്നുള്ളൂ. ദിസ് ക്രിയേറ്റ്സ് എ കണ്ടീഷൻ ഓഫ് വെയ്റ്റ്ലെസ്നെസ്. നമുക്കറിയാം അല്ലെ, ഫ്രീ ഫോളിലുള്ള ഒരു ബോഡിയുടെ വെയിറ്റ് അല്ലെ, നമുക്ക് ഇങ്ങനെ പറന്നു പോകുന്ന
പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് തോന്നും. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്രീ ഫോൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും വെയ്റ്റ്ലെസ്നെസ് ആയിരിക്കും. Although the body mass remains constant, its weight becomes zero because there is no normal force to counteract the gravitational pull and the object is continuously falling towards the earth. അതായത് ഇതിന്റെ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 250 ആണെന്ന് തന്നിട്ടുണ്ട്. മാസ് 250 ആണെങ്കിലും അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ബലത്തിൽ താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിന് നേരെ ഓപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നില്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, അവിടുത്തെ ഓപ്ഷൻ ഡി ആണ്, 0 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ പേഴ്സൺ വാക്സ് 30 minutes along a level ground with a load of mass 40 kg on his head. If so, the work done by the force on the load against gravity is. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കുക. എ പേഴ്സൺ വാക്ക് 30 meter. എ പേഴ്സൺ എന്താണ് 30 meter വാക്ക് ചെയ്യുകയാണ്. എങ്ങനെയാണ് 40 kg വെയിറ്റ് വെച്ചുകൊണ്ട്, തലയിൽ 40 kg വെയിറ്റ് വെച്ചുകൊണ്ട് 30 meter വാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദി വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓൺ ദി ലോഡ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റിക്ക് എതിരെയായിട്ട് ഈ ലോഡില്ലേ, ഈ ലോഡ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തോരം വർക്ക് ചെയ്തു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എത്രയായിരിക്കും? എങ്ങനെയാണ് ചെയ്യുക? ഇതിന്റെ ആൻസറും 0 ആണ് വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടസ് വെർട്ടിക്കലി ഡൗൺവേർഡ് അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഡൗൺവേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ആ ഒരു പേഴ്സൺ നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ, മുമ്പോട്ട് 30 meter ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്, ശരിയല്ലേ? ഹൊറിസോണ്ടൽ ആണ്. അതുകൊണ്ട് തന്നെ ദ ആംഗിൾ ബിറ്റ്വീൻ വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് ദി ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ നോക്കുക, ഈ വെർട്ടിക്കലി ഫോഴ്സും ഈ വെർട്ടിക്കൽ ഫോഴ്സും ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റും ഇതിനിടയിൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 90 degree ആയിരിക്കും അല്ലെ. നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഡി കോസ് തീറ്റയാണ്. ഇവിടത്തെ കോസ് തീറ്റ എന്നുള്ളത് എത്രയാണ്? എഫ് ഡി കോസ് 90 degree ആണ് അല്ലെ. എത്രയാണ്? കോസ് 90 degree ആണ്. അപ്പൊ കോസ് 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ അറിയാം, എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? സോ ആൻസർ ഇവിടെയും എന്ത് തന്നെയാണ്? 0 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, there is an object of weight 300 Newton on the earth. Its mass at the center of the earth ആണ് ചോദിച്ചിരിക്കുന്നത്. 3 അടുപ്പിച്ച് ഫിസിക്സിലെ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. രണ്ടും വലിയ കുഴപ്പമില്ലാത്ത പ്രോബ്ലം ആയിരുന്നു അല്ലെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം തന്നെയാണ്. അടുത്തത് നോക്കുക. There is an object of weight 300 Newton. വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 300 Newton ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഏതാണ്? W = mg = 300 Newton അല്ലെ. 300 Newton ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ്, ഓക്കെ, മാസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W = mg ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? mg = എത്ര എന്ന് കിട്ടും? 300 എന്ന് കിട്ടും അല്ലെ. mg എന്ന് പറയുന്നത് 300 Newton ആണെന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് g എത്ര എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? 10 meter/s² എടുക്കാം. ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പൊ നോക്കുക, എന്ത് ചെയ്യുക? എമ്മിനെ ഇവിടെ നിർത്തിയിട്ട് ജീനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എത്ര വരും? 300 / 10 എത്ര എന്ന് കിട്ടും? 30 kg എന്ന് കിട്ടും. മാസ് എന്ന് പറയുന്നത് 30 kg എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്?
നോക്കുക, ഇവിടെ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. W equal to 300 Newton, G എന്ന് പറയുന്നത് 10 meter per second square ആണ്, W equal to mg. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 30 kg എന്ന് കിട്ടും. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A body of mass 5 kg is thrown vertically up with velocity 20 meter per second. Okay, ഈ ഒരു പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കണേ. A body of mass 5 kg, എന്താണ്? 5 kg മാസ് ഉള്ള ഒരു ബോഡി മുകളിലേക്ക് എറിയാണ് with a velocity 20 meter per second. Okay, its potential energy at the maximum height is, എന്താണ്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിലുള്ള, എന്താണ്? മാക്സിമം ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, 5 kg വെയിറ്റ് ഉള്ള മാസുള്ള ഒരു ബോഡി മുകളിലേക്ക് എറിയുകയാണ്. അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 meter per second ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിലുള്ള 5 kg മാസുള്ള വസ്തു എത്തുന്ന മാക്സിമം ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം അല്ലെ. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? മാസ് ഓഫ് ദി ബോഡി. മാസ് ഓഫ് ദി ബോഡി എത്രയാണ്? 5 kg ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ് അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തെന്ന് എഴുതാം? v equal to 20 meter per second അല്ലെ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ അറിയാം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 meter per second square ആണ്. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് 10 ഒന്നും എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? അതായത് പൊട്ടൻഷ്യൽ എനർജി അറ്റ് മാക്സിമം അല്ലെ. പൊട്ടൻഷ്യൽ എനർജി അറ്റ് മാക്സിമം ഹൈറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതായത് കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ റൂള് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞത്? അതായത് total mechanical energy at the initial point is equal to the total mechanical energy at the maximum height. അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ബോഡി മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി at the initial point is equal to the total mechanical energy at the final point, അല്ലെങ്കിൽ എന്താണ്? മാക്സിമം ഹൈറ്റ്. അതായത് എന്താണ്? നമ്മളൊരു ബോഡി മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലെ മെക്കാനിക്കൽ എനർജിയും അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന മെക്കാനിക്കൽ എനർജിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കുക, ഇവിടത്തെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ നോക്കുക, കൈനറ്റിക് എനർജി initial plus potential energy initial equal to kinetic energy final potential energy final എന്ന് കിട്ടും. ശരിയല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് ഈ കൈനറ്റിക് എനർജി ഇനീഷ്യൽ, പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ, കൈനറ്റിക് എനർജി ഫൈനൽ, പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്നുള്ളത് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് നോക്കുക, ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെങ്കിൽ, ഇനീഷ്യലിലെ പൊട്ടൻഷ്യൽ എനർജി നോക്കുകയാണെങ്കിൽ അതെന്താണ്? അത് 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് 0 എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? mgh ആണ്.
ഇനീഷ്യൽ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി ഇൻ ഇനീഷ്യൽ പോയിന്റ് എന്തായിരിക്കും? ഇതിൽ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. ക്ലിയർ ആയോ? ഇനി അടുത്തത് നോക്കുക. അടുത്തത് കൈനറ്റിക് എനർജി അറ്റ് ഫൈനൽ. ഇവിടെ കൈനറ്റിക് എനർജി അറ്റ് ഫൈനൽ എടുത്ത് നോക്കുക. ഇവിടെ എന്താണ്? നമുക്കറിയാവുന്നതല്ലേ, അറ്റ് ദ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ശരിയല്ലേ? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ ഹാഫ് mv². ഇവിടെ v എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇവിടെ ഉള്ളത് കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് 0 ഈക്വൽ ടു പിന്നെ എന്താണ്? കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുന്നത് 0 ആണ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ ഇത് രണ്ടും 0 ആയതുകൊണ്ട് നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും നമുക്ക് മനസ്സിലായി ഇനീഷ്യലിലെ കൈനറ്റിക് എനർജിയും ഫൈനലിലെ പൊട്ടൻഷ്യൽ എനർജിയും സെയിം ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതാം. ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പൊ KE ഇനീഷ്യൽ ഈക്വൽ ടു ഹാഫ് mv² എന്ന് കിട്ടും. ഇതിലെ അല്ലെ m എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 5 kg ആണെന്ന് അറിയാം. ഇനി v എന്ന് പറയുന്നത് 20² ആണെന്ന് അറിയാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് എന്തെന്ന് കിട്ടും? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 400 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ആവുകയാണെങ്കിൽ എത്ര എന്ന് കിട്ടി? 2 എന്ന് കിട്ടും. അപ്പൊ നോക്കുക, 5 ഇൻറ്റു 2 100 ഇൻറ്റു 0 1000 എന്ന് കിട്ടും. അതായത് 1000 ജൂൾ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി ഇൻ ഇനീഷ്യൽ എന്ന് പറയുന്നത് 1000 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി ഇൻ ഫൈനൽ എത്ര തന്നെ ആയിരിക്കും? 1000 ആയിരിക്കും. ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജി ഇൻ ഫൈനൽ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കുക, ക്ലിയർ ആയോ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ആൻസർ വരുന്നത് ഇത് നോക്കുക, ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഒത്തിരി ഉള്ളതായിട്ട് തോന്നുന്നത്. ഒന്നുമില്ല, നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ എനർജി അനുസരിച്ച് എന്താണ്? ഇനീഷ്യൽ മെക്കാനിക്കൽ എനർജിയും ഫൈനൽ മെക്കാനിക്കൽ എനർജിയും ഈക്വൽ ആണ്. അപ്പൊ ഇനീഷ്യലിലെ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അവിടെ ഹൈറ്റ് 0 ആയതുകൊണ്ട് അല്ലെ, mgh ആണ്. ഹൈറ്റ് 0 ആയതുകൊണ്ട് mgh എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇനീഷ്യലിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയി പോകും. ഇനി ഫൈനലിലെ കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം വെലോസിറ്റിയിൽ എത്തുമ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി അറ്റ് മാക്സിമത്തിൽ 0 ആയി പോകും. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? കൈനറ്റിക് എനർജി അറ്റ് ഇനീഷ്യൽ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫൈനൽ. അവിടെ നിന്ന് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കൈനറ്റിക് എനർജി ഇനീഷ്യലിൽ കാണുക, അത് തന്നെ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഫൈനൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് പ്രോസസ് എക്സ്ട്രാക്ട് അലുമിനിയം ഫ്രം ബോക്സൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രോസസ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാൽസിനേഷൻ, സ്മെൽറ്റിംഗ്, ഓട്ടോ റിഡക്ഷൻ, ഇലക്ട്രോളിസിസ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? അതായത് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? നമുക്കറിയാം, ഇലക്ട്രോളിസിസ് ആണ് അല്ലെ? അതായത് അലുമിനിയത്തിൽ നിന്ന് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തെ അവസാനം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഇലക്ട്രോളിസിസ് ആണ് അല്ലെ? റിഫൈൻ ചെയ്തെടുക്കുന്നത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ.
ഓക്കെ, അപ്പൊ ഈ മെറ്റലർജി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിലെ കുറച്ച് ടേമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാൽസിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എ സബ്സ്റ്റൻസസ് ടു ഹൈ ടെമ്പറേച്ചർ ഇൻ ദി പ്രസൻസ് അല്ല ആബ്സെൻസ് ഓഫ് എയർ ആണ് കേട്ടോ. അതായത് നമ്മൾ മെറ്റലർജിയിൽ പല പ്രോസസ്സിൽ കൂടി കടന്നു പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് അല്ലെ. അപ്പൊ അതിലെ ആദ്യത്തെ പ്രോസസ്സ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഓറിന്റെയും അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയുടെയൊക്കെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ഏത് മെത്തേഡാണ് എന്നുള്ളത് ചൂസ് ചെയ്തിട്ടാണ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്. മാഗ്നറ്റിക് സെപ്പറേഷനും അതുപോലെ തന്നെ എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഒക്കെ ആ ഒരു കോൺസെൻട്രേഷൻ മെത്തേഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അതിനുശേഷം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന ഓറിനെ എന്ത് ചെയ്യാണ്, എക്സ്ട്രാക്ട് ചെയ്യാണ്. എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അതിനെ എന്ത് ചെയ്യാണ്, ഓക്സൈഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സൈഡ് ആക്കി മാറ്റുന്ന രണ്ട് പ്രോസസ് ആണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയറിന്റെ ആബ്സെൻസിൽ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു. ഇനി റോസ്റ്റിംഗ് ആണെങ്കിൽ എയറിന്റെ പ്രസൻസിലായിരിക്കും. ഓക്കെ, റോസ്റ്റിംഗ് ആണെങ്കിൽ എയറിന്റെ പ്രസൻസിലായിരിക്കും. ഓക്കെ, ഇനി അതിനെ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ട് ഇനി അടുത്ത എന്ത് ചെയ്യാണ്, ഈ മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത്, റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മെൽറ്റിംഗ് ഈസ് ദ പ്രോസസ് ദാറ്റ് യൂസസ് ഹീറ്റ് ആൻഡ് എ കെമിക്കൽ റെഡ്യൂസിംഗ് ഏജന്റ് ടു എക്സ്ട്രാക്ട് എ ബേസ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. അതായത് ആ ഓറിൽ നിന്ന് എന്താണ് അതിന്റെ ബേസ് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, സ്മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ഓട്ടോ റിഡക്ഷനും ഉണ്ട്. ഓട്ടോ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോസസ് യൂസ്ഡ് ഫോർ ദി എക്സ്ട്രാക്ഷൻ ഓഫ് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ്. അവിടെ ഈ ഓട്ടോ റിഡക്ഷൻ ഏതാ ഉപയോഗിക്കുന്നത്, അതായത് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെർക്കുറി, ലെഡ്, കോപ്പർ അവയൊക്കെ സൾഫൈഡ് ഓറിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ഓട്ടോ റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത് പറഞ്ഞ ടൈമാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാവുന്നതാണ്. ഇലക്ട്രോളിസിസ് ഈസ് ദി യൂസ് ഓഫ് ആൻ ഇലക്ട്രിക് കറന്റ് ടു ഡ്രൈവ് എ നോൺ സ്പോണ്ടോണിയസ് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് നടത്തുന്ന ഒരു റിയാക്ഷൻ ആണ്. അതായത് ഈ അലുമിനിയത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിപ്പിച്ചിട്ടാണ് അലുമിനിയയിൽ നിന്നും അല്ലെ, അതായത് ക്രിയോളൈറ്റിന്റെയും അലുമിനിയയിൽ നിന്ന് മിക്സറിൽ നിന്ന് ആരെ വേർതിരിച്ചെടുക്കുന്നത്, അലുമിനിയത്തെ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാണ്, ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ പറഞ്ഞ ടേം മാത്രമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. നമ്മൾ മെറ്റലർജിയിൽ കുറെ ടേംസും കുറെ സ്റ്റെപ്സും പഠിക്കാനുണ്ട്. അതിന്റെ ഏതെങ്കിലും വരും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എലമെന്റ് ദാറ്റ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. അതായത് ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ഇതില് പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും കുറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി, ആറ്റോമിക് സൈസ്, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി. ഏതായിരിക്കും? ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ആറ്റോമിക് സൈസ് ആണ്. നമുക്കറിയാം ഒരു പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റോമിക് സൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതിന് കാരണം എന്താണ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുന്നത് കൊണ്ട്, അവിടെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നത് കൊണ്ടാണ് ആറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് എ മെഷർ
of the tendency of an atom to attract a bonding pair of electrons. Bonding pair of electronsനെ attract ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണ്. സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഈ ക്ലോറിന്റെയും സോഡിയത്തിന്റെയും ഇടയ്ക്ക് എന്തുണ്ട്, ഒരു ബോണ്ട് ഉണ്ട് അല്ലെ, ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ക്ലോറിന് എന്തിനുള്ള കഴിവുണ്ട്, ഈ ക്ലോറിന്റെ ബോണ്ടഡ് ഇലക്ട്രോൺസിനെയും അതുപോലെ തന്നെ അതിനോടൊപ്പം ഈ സോഡിയത്തിന്റെ ബോണ്ടഡ് ഇലക്ട്രോണിനെയും കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കി അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, ആ ഒരു ക്ലോറിന്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈം അയണൈസേഷൻ എനർജി ആണ്. ദിസ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഗ്യാഷ്യസ് ആറ്റം ഓർ അയോൺ. അത് ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ആയിരിക്കും ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നത്. ആ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിക്കാണ് എന്തെന്ന് പറയുക, അയണൈസേഷൻ എനർജി എന്ന് പറയുക. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് ഇലക്ട്രോൺ അഫിനിറ്റി ആണ്. എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് ദി energy change that occurs when an electron is added to a gaseous atom. ഒരു gaseous ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ആ ആറ്റത്തിന്റെ എനർജി ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് എന്തെന്ന് പറയുക, ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ്. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് എന്ത് കൂടുതലായിരിക്കും, ഇലക്ട്രോണെ ഇങ്ങനെ ആകർഷിക്കാനുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണോടുള്ള ഒരു അഫിനിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു ആറ്റോമിക് സൈസ് ഒഴിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇത് മൂന്നും എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, താഴോട്ടാണെങ്കിൽ അത് ഡിക്രീസും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. In the case of mercury, there is a capillary depression inside a capillary tube. This is because a cohesive force in the mercury is greater than the adhesive force with the capillary tube. The cohesive force within the mercury is less than that the adhesive force with the capillary tube. Then the adhesive force within the mercury is greater than the cohesive force with the capillary tube. Then the adhesive force with the mercury is less than the cohesive force within the capillary tube. നമുക്ക് പെട്ടെന്ന് ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് പറഞ്ഞിരിക്കുന്നത്, മെർക്കുറി അല്ലെ, മെർക്കുറി എന്താണ്, കാപ്പിലറി ട്യൂബിന്റെ ഇൻസൈഡിലുള്ള മെർക്കുറിയുടെ ലെവല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാപ്പിലറി ഡിപ്രഷൻ കാണിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും, അതായത് ഇങ്ങനെ ഒരു ഡിപ്രഷൻ കാണിക്കുന്നു, അത് എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്, ദ കൊഹസീവ് ഫോഴ്സ് വിത്തിൻ ദ മെർക്കുറി ഈസ് ലെസ് ദാൻ ദി, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ കൊഹസീവ് ഫോഴ്സ് വിത്തിൻ ദ മെർക്കുറി ഈസ് ഗ്രേറ്റർ ദാൻ ദി അഡ്ഹസീവ് ഫോഴ്സ് വിത്ത് ദ കാപ്പിലറി ട്യൂബ്. അതായത് ഇതിന്റെ അകത്ത് ഇങ്ങനെ മെർക്കുറി ഇരിക്കുകയാണ്. ഓക്കെ, മെർക്കുറി ഇരിക്കുമ്പോൾ ഈ മെർക്കുറികളുടെ പാർട്ടിക്കിള് തമ്മിലുള്ള ഫോഴ്സ് അല്ലെ, ആ ഫോഴ്സിനാണ് എന്തെന്ന് പറയാ, ഒരേ കണികകൾ അല്ലെങ്കിൽ ഒരേപോലത്തെ കണികകൾ തമ്മിലുള്ള അട്രാക്ഷനെയാണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കൊഹസീവ് ഫോഴ്സ് എന്താണ്, അഡ്ഹസീവ് ഫോഴ്സ്. എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്ത കണികകൾ തമ്മിലുള്ള അട്രാക്ഷൻ, അതിനെയാണ് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ മെർക്കുറിയുടെ കണികയുണ്ട്, ഈ ഒരു കാപ്പിലറി ട്യൂബിന്റെ പാർട്ടിക്കിളും ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ മെർക്കുറിയുടെ ഒരേ കണികകൾ, ഒരേ പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇതിങ്ങനെ താഴോട്ട് പോകും. ഓക്കെ, എന്താണ്, കാപ്പിലറി ഡിപ്രഷൻ സംഭവിക്കും. അതുകൊണ്ടാണ്, അത് എന്തിനേക്കാളും കുറവാണ്, അഡ്ഹസീവ് ഫോഴ്സ് മെർക്കുറിയും അതുപോലെ തന്നെ കാപ്പിലറി ട്യൂബിനെയും
വെച്ചുള്ള അഡ്ഹസീവ് ഫോഴ്സിനേക്കാളും കൂടുതലാണ് മെർക്കുറിയും തമ്മിലുള്ള കൊഹസീവ് ഫോഴ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? കാപ്പിലറി ഡിപ്രഷൻ സംഭവിക്കുന്നത്. ഓക്കെ, നോക്കുക. ദ കൊഹസീവ് ഫോഴ്സ് വിത്തിൻ മെർക്കുറി ഈസ് ഗ്രേറ്റർ ദാൻ ദി അഡ്ഹസീവ് ഫോഴ്സ് വിത്ത് ദ കാപ്പിലറി ട്യൂബ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ്. ദീസ് കോസസ് ദ ലിക്വിഡ് ടു ബി റിപ്പൽഡ് ബൈ ദ ട്യൂബ് വാൾസ് റിസൾട്ടിംഗ് ഇൻ എ കോൺകേവ് ഡൗൺവാർഡ് മെനിസ്കസ് ആൻഡ് ദ ലോവർ ലിക്വിഡ് ലെവൽ ഇൻസൈഡ് ദ ട്യൂബ് കമ്പയർഡ് ടു ദി ഔട്ട്സൈഡ്. അതായത് ഔട്ട്സൈഡിനെ വെച്ച് നോക്കുമ്പോൾ ഈ മെർക്കുറി കാപ്പിലറി ട്യൂബിനുള്ള മെർക്കുറി എന്ത് സംഭവിക്കും? ആ ഒരു താഴ്ച, കാപ്പിലറി ഡിപ്രഷൻ കാണിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.